നോഡിൻ്റെ സീരീസിലെ ഫസ്റ്റ് മോഡൽ ആക്ച്വലി വാല്യൂ ഫോർ മണി ആയിരുന്നു. അതിൻ്റെ സെക്കൻഡ് മോഡൽ ഉണ്ടല്ലോ, നോഡ് 2 എന്ന് പറയുന്ന മോഡലിന് ബാറ്ററി ഇഷ്യൂവും കാര്യങ്ങളുണ്ടായി, അതായത് ബാറ്ററി പൊട്ടിത്തെറിക്കുക അങ്ങനത്തെ ഇഷ്യൂവും കാര്യങ്ങളുണ്ടായി. അതിനുശേഷം ഇറങ്ങിയ നോഡ് 2T എന്ന് പറയുന്ന ഒരു മോഡലിൽ ഓവർ ഹീറ്റിങ്ങും കാര്യങ്ങളും ഉണ്ടായി. അപ്പം ഈ ഇറങ്ങിയിരിക്കുന്ന നോഡ് 3, അതായത് ഈ ഒരു മോഡൽ ആക്ച്വലി ബെറ്റർ ആണോ അല്ലെങ്കിൽ ഒരു അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണോ എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. ഇതിൻ്റെ ഡിസൈനും കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ നോഡ് സീരീസിലുണ്ടാകുന്ന ഡിസൈൻ പാറ്റേൺ അല്ല, ഒരു ഡിഫറൻ്റ് ആയുള്ള രീതിയിലുള്ള പാറ്റേൺ സെറ്റപ്പാണ് ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നത്. നിങ്ങൾ ആ ഒരു സീരീസ് തന്നെ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും. അതുപോലെ തന്നെ ഗോറില്ല ഗ്ലാസിൻ്റെ പ്രൊട്ടക്ഷൻ വരുന്ന ഒരു ഗ്ലാസ് ബാക്കാണ് ബാക്ക് സൈഡിൽ കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ കറക്റ്റ് ഒരു ബോക്സി ഡിസൈൻ കാര്യങ്ങൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു നോഡ് സീരീസിലെ ഏത് ഡിസൈൻ പാറ്റേൺ ആണ് ഇഷ്ടപ്പെട്ടത് എന്നുള്ളത് ജസ്റ്റ് കമൻ്റ് ആയിട്ട് അറിയിക്കുക. ഇനിയിപ്പോൾ അഥവാ നിങ്ങൾക്ക് ഈ ഒരു പാറ്റേൺസ് ഒന്നും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കൂടി അത് ജസ്റ്റ് കമൻ്റ് ആയിട്ട് അറിയിക്കുക. 8.3 mm തിക്നെസ്സും കാര്യങ്ങളാണ് വരുന്നത്. അതുപോലെ 193 ഗ്രാമാണ് ടോട്ടൽ വെയിറ്റും കാര്യങ്ങളും വരുന്നത്. IP54 റേറ്റിംഗ് കാര്യങ്ങൾ ഇതിൽ വരുന്നുണ്ട്. അത് മാത്രമല്ല നമുക്ക് ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കർ സിസ്റ്റം കാര്യങ്ങൾ വരുന്നുണ്ട്. ഈ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസറാണ് ഈ ഒരു മോഡൽ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഡിസൈൻ നോക്കുന്ന സമയത്ത് നമ്മുടെ പ്രീവിയസ് നോഡ് സീരീസിൽ വെച്ച് നോക്കുന്ന സമയത്ത് കുറച്ച് ഡിഫറൻ്റ് ആയുള്ള രീതിയിൽ തന്നെയാണ് ഈ ഒരു നോഡ് 3ൻ്റെ ഡിസൈൻ കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി നമ്മളിതിൻ്റെ ഡിസ്പ്ലേ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്കിനകത്ത് കുറച്ച് ഇമ്പ്രൂവ് ആയുള്ള അല്ലെങ്കിൽ ഒരു നല്ല ഡിസ്പ്ലേ തന്നെയാണ് ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് 6.74 ഇഞ്ചിൻ്റെ 10-bit AMOLED ഡിസ്പ്ലേ കാര്യങ്ങളാണ് ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നത്. 1450 നിറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് കാര്യങ്ങളാണ് വരുന്നത്. അപ്പം ഡിസ്പ്ലേ നോക്കുകയാണെങ്കിൽ യാതൊരു ഇഷ്യൂവും കാര്യങ്ങളും ഉണ്ടാവില്ല. അതായത് നിങ്ങൾ ഔട്ട്ഡോറിൽ പോകുന്ന സമയത്തൊന്നും നിങ്ങൾക്ക് ഡീസൻ്റ് ആയുള്ള ബ്രൈറ്റ്നസും കാര്യങ്ങളും കിട്ടുന്നുണ്ട്. അത് മാത്രമല്ല നമുക്ക് നല്ലൊരു AMOLED ഡിസ്പ്ലേ കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. 10-bit AMOLED ഡിസ്പ്ലേ കാര്യങ്ങളാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതുപോലെ നമുക്കിനകത്ത് HDR10+ കാര്യങ്ങൾ സപ്പോർട്ടഡ് ആയുള്ള ഒരു ഡിസ്പ്ലേ ആണ്. ഇനി നമ്മൾ ഇതിൻ്റെ ചേഞ്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു മോഡലിൽ മീഡിയാടെക്കിൻ്റെ ചിപ്സെറ്റാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് മീഡിയാടെക് ഡിമെൻസിറ്റി 9000 എന്ന് പറയുന്ന ഒരു ചിപ്സെറ്റാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഒരു പവർഫുൾ ആയുള്ള ചിപ്സെറ്റാണ് അതിൽ. അതുപോലെ നമുക്ക് LPDDR5Xൻ്റെ റാമും UFS 3.1ൻ്റെ സ്റ്റോറേജും കാര്യങ്ങളാണ് വരുന്നത്. അത് മാത്രമല്ല ഈ ഒരു ചിപ്സെറ്റ് ഒരു ഹ്യൂജ് ആയുള്ള അപ്ഗ്രേഡ് തന്നെയാണ്. നോഡ് 2Tയിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് മീഡിയാടെക്കിൻ്റെ ഡിമെൻസിറ്റി 1300 എന്ന് പറയുന്ന ചിപ്സെറ്റാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അത് വെച്ച് നോക്കുന്ന സമയത്ത് ഒരു മച്ച് ബെറ്റർ ആയുള്ള ഒരു ചിപ്സെറ്റ് തന്നെയാണ് ഈ ഒരു 9000 എന്ന് പറയുന്ന ഈ ചിപ്സെറ്റ് എന്ന് പറയുന്നത്. 30,000 രൂപ ബഡ്ജറ്റിൽ നോക്കുന്ന സമയത്ത് നമുക്ക് പോക്കോ F5 കിട്ടുന്നുണ്ട്. അതിൽ നമുക്ക് സ്നാപ്ഡ്രാഗണിൻ്റെ ഏറ്റവും പവർഫുൾ ആയുള്ള ചിപ്സെറ്റാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് സ്നാപ്ഡ്രാഗൺ 7+ Gen 2 എന്ന് പറയുന്ന ചിപ്സെറ്റ്. നമ്മൾ ബെഞ്ച് മാർക്കും കാര്യങ്ങളും വെച്ച് നോക്കുന്ന സമയത്ത് മീഡിയാടെക് ഡിമെൻസിറ്റി 9000 എന്ന് പറയുന്ന ഈ ഒരു ചിപ്സെറ്റും 7+ Gen 2 എന്ന് പറയുന്ന ആ ഒരു ചിപ്സെറ്റും കൂടെ വെച്ച് നോക്കുന്ന സമയത്ത് ഏകദേശം ക്ലോസ് ആയിട്ടുള്ള രീതിയിലാണ് ഇതിൻ്റെ ബെഞ്ച് മാർക്കും കാര്യങ്ങളും വരുന്നത്. ഓവറോൾ ഈ ഒരു ചിപ്സെറ്റ് ഓക്കെയാണ്. അതായത് ഓവറോൾ പെർഫോമൻസിന് ഓക്കെ ആയിട്ടുള്ള ഒരു ചിപ്സെറ്റാണ്. അത് മാത്രമല്ല നിങ്ങൾക്ക് ഗെയിമിംഗ് ഒക്കെ ഒരു നല്ല സ്മൂത്ത് ലെവലിൽ കളിക്കാനുള്ള ഓപ്ഷൻ കാര്യങ്ങൾ വരുന്നുണ്ട്. ഹയർ സെറ്റിംഗ്സിലിട്ട് കളിക്കാനുള്ള ഓപ്ഷൻ കാര്യങ്ങളുണ്ട്. ജസ്റ്റ് അതിൻ്റെ ഗെയിമിംഗ് ടെസ്റ്റ് വീഡിയോസും കാര്യങ്ങളും നിങ്ങളൊന്ന് കണ്ടു നോക്കുക. അത് മാത്രമല്ല നിങ്ങൾ ആ ഒരു ഗെയിം കളിക്കുന്ന സമയത്ത് ലോങ് ടൈം ഗെയിം കളിക്കുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് വാം ആവും. അത് സാധാരണയാണ്. ഓവർലോഡ് വരുന്ന സമയത്ത് ചെറിയൊരു വാമും കാര്യങ്ങളും വരും. അല്ലാണ്ട് നിങ്ങൾക്ക് ഓവർ ഹീറ്റിംഗ് ഇഷ്യൂവും കാര്യങ്ങളും ഈ ഒരു മോഡൽ ഉണ്ടാവുന്നില്ല. ജസ്റ്റ് നിങ്ങൾ ഗെയിമിംഗ് ടെസ്റ്റ് വീഡിയോസും കാര്യങ്ങളൊന്ന് കണ്ടു നോക്കുക. മണിക്കൂറുകളോളം ഗെയിമും കാര്യങ്ങളും ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ആ വീഡിയോസും കാര്യങ്ങളും ചെക്കൗട്ട് ചെയ്ത് നോക്കിയ ശേഷം മാത്രം നിങ്ങളൊരു ഡിസിഷൻ എടുക്കുക. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് ഒരു നല്ലൊരു അപ്ഗ്രേഡ് തന്നെയാണ് ഈ ഒരു മോഡൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി നമ്മൾ ക്യാമറ പാർട്ട് നോക്കുകയാണെങ്കിൽ അതിലും യാതൊരു മാറ്റങ്ങളും കൊണ്ടുവന്നിട്ടില്ല. OnePlusൻ്റെ ഫ്ലാഗ്ഷിപ്പ് ലെവലായിട്ടുള്ള OnePlus 11ൽ കൊണ്ടുവന്നിരിക്കുന്ന അതേ മെയിൻ ക്യാമറ സിസ്റ്റമാണ് ഇതിലും കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് 50 MB വിത്ത് OS സപ്പോർട്ടറായുള്ള ലെൻസും കാര്യങ്ങളാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതുപോലെ സോണി IMX890 എന്ന് പറയുന്ന ഒരു സെൻസറാണ് ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അത് മാത്രമല്ല നമുക്കിനകത്ത് 4K and 60 FPS മാക്സിമം വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കാര്യങ്ങൾ വരുന്നുണ്ട്. അതുപോലെ 8 MB അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും 2 MB മാക്രോ ലെൻസും കാര്യങ്ങൾ വരുന്നുണ്ട്. ഒരു നല്ലൊരു ക്യാമറ സിസ്റ്റം തന്നെയാണ് ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അത് മാത്രമല്ല നമുക്ക് നോഡ് 2Tയിൽ നമുക്ക് 32 MP സെൽഫി ക്യാമറ ആയിരുന്നെങ്കിൽ അത് വെട്ടി കുറച്ചിട്ട് അവർ ഇപ്പം 16 MP സെൽഫി ക്യാമറ കാര്യങ്ങളാണ് കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നത് 1080p 60 FPS ആണ് മാക്സിമം വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കാര്യങ്ങളും ഈ ഒരു ഫ്രണ്ട് സെൽഫിയിൽ വരുന്നത്. 5000 mAh ബാറ്ററിയും അതുപോലെ 80 watt ഫാസ്റ്റ് ചാർജിങ് കാര്യങ്ങളും ഈ ഒരു മോഡൽ വരുന്നുണ്ട്. അവിടെയും യാതൊരു ഇഷ്യൂസും കാര്യങ്ങളും ഇല്ല. അത് മാത്രമല്ല നമുക്കിനകത്ത് കണക്ടിവിറ്റീസും കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ എല്ലാ 5G ബാൻഡ്സും കാര്യങ്ങളും ഈ ഒരു മോഡൽ സപ്പോർട്ടഡ് ആയിട്ടുണ്ട്. ബ്ലൂടൂത്ത് 5.3 കാര്യങ്ങളും വരുന്നുണ്ട്. സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസും കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ക്ലീൻ ആയിട്ടുള്ള എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ട്. നമ്മൾ മറ്റ് OnePlus സ്മാർട്ട് ഫോൺ നോക്കുന്ന സമയത്ത് കുറേയധികം ബ്ലോട്ട് വേസും കാര്യങ്ങളും വരുന്നുണ്ട്. അത്രയധികം ബ്ലോട്ട് വേസും കാര്യങ്ങൾ ഈ ഒരു മോഡലില്ല. കുറച്ച് ആപ്ലിക്കേഷനുകൾ വരുന്നുണ്ട്, പക്ഷേ നോർമലുള്ള ആ ഒരു ബ്ലോട്ട് വേസ് പോലുള്ള ഒരു സെറ്റപ്പും കാര്യങ്ങളും ഇതില്ല. അതുപോലെ നമുക്കിനകത്ത് ഓക്സിജൻ OS 13.1 ആണ് ഇതിൽ വരുന്നത്. അതുപോലെ ഔട്ട് ഓഫ് ദ ബോക്സ് Android 13 കാര്യങ്ങൾ ഇതിൽ വരുന്നുണ്ട്. 3 വർഷത്തെ OS അപ്ഡേറ്റും അതുപോലെ 4 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും കാര്യങ്ങളും ഈ ഒരു മോഡലിൽ കിട്ടുന്നുണ്ട്. അപ്പം ഈ ഒരു പ്രൈസിൽ വെച്ച് നോക്കുന്ന സമയത്ത് അത് ഏതായാലും ഓക്കെ ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ ഇതൊരു അപ്ഗ്രേഡ് ആണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു അപ്ഗ്രേഡ് ആണ്. കാരണം വെച്ചാൽ നോഡ് 2T വെച്ച് നോക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ഒരു അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ്. അതായത് നോഡ് സീരീസിൽ നിങ്ങളൊരു അപ്ഗ്രേഡ് നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നോക്കാൻ പറ്റിയ ഒരു മോഡലാണ് ഈ ഒരു മോഡൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് ഏകദേശം 35K ബഡ്ജറ്റിലായിരിക്കും വരാൻ പോകുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം കറക്റ്റ് പ്രൈസ് അറിയുകയാണെങ്കിൽ ജസ്റ്റ് പിൻ ചെയ്തിട്ടേക്കാം കമൻറ്റിൽ. അപ്പോൾ ഈ ഒരു 35K പ്രൈസ് റേഞ്ചിൽ വരുന്ന സമയത്ത് നമുക്ക് കുറേ അധികം മോഡൽസും കാര്യങ്ങളും നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ പോക്കോ F5 ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പം പുതിയതായിട്ട് ഇറങ്ങാൻ പോകുന്ന iQOO Neo 7 Pro എന്ന് പറയുന്ന ഒരു മോഡൽ ഏകദേശം ഈ ഒരു പ്രൈസ് റേഞ്ചിലായിരിക്കും വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു OnePlus നോഡ് സീരീസിൽ ഒരു മോഡൽ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റിയ ഒരു അപ്ഗ്രേഡബിൾ ആയുള്ള ഒരു മോഡൽ തന്നെയാണ് ഈ ഒരു മോഡൽ എന്ന് പറയുന്നത്. അപ്പം ഇത്രയാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ജസ്റ്റ് കമൻറ്റായിട്ട് അറിയിക്കുക. നിങ്ങൾ ഈ ഒരു മോഡൽ എടുക്കുമോ അല്ലെങ്കിൽ എടുക്കില്ലയോ എന്നുള്ള ജസ്റ്റ് കമൻറ്റായിട്ട് അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ
വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നിയെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാം, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിന് വേണ്ടി. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.